എല്ലാ മനുഷ്യർക്കും മലദ്വാരത്തിനകത്ത് ഏനൽ കുഷ്യൻസ് ഉണ്ട്. എല്ലാവർക്കും 3 എണ്ണമാണ് ഉള്ളത്. മലദ്വാരത്തിന്റെ കുറച്ചുള്ളിലേക്ക് കയറി 3 തടിപ്പുകൾ പോലെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലം പിടിച്ചു വെക്കാനും ഗ്യാസ് പിടിച്ചു വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, അതാണ് ആ സീല് പോലെ ഉണ്ടാക്കുന്നത്. അവിടെ നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷൻ വന്നു, ഫൈബർ കുറവാണ്, അല്ലെങ്കിൽ ഹൈഡ്രേഷൻ കുറവാണ്, സ്റ്റൂൾ ഭയങ്കര ഹാർഡാണ്, നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ഇത് പുറത്തേക്ക് ഇതാക്കാൻ നോക്കുമ്പോഴാണ് ഈ കുഷനുകൾ വലുതായി പുറത്തേക്ക് ഇറങ്ങുന്നതിനെയാണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. ഇത് പുറത്തേക്ക് വരാനുണ്ടായ കാരണങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഒരു 80% പേർക്കും ബാക്ക് ടു നോർമൽ ആവേണ്ടതാണ്. അതിന് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കണം. കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒന്ന് ഫൈബർ കണ്ടന്റ്, ഭക്ഷണത്തിലെ ഫൈബർ കണ്ടന്റ് കൂട്ടണം. ഡയറ്റ് ഇലകളും പച്ചക്കറികളും ഒക്കെ കൂടുതൽ കഴിക്കുക. 2 വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആക്കണം. പിന്നെയുള്ളതൊന്ന് എക്സസൈസ് ആണ്. നമുക്കൊരു അനക്കം ഉണ്ടായാലാണ് ഈ കുടലിൻ്റെയും പ്രോപ്പറായിട്ടുള്ള മൂവ്മെന്റ്സ് നടക്കുള്ളൂ. പൈൽസിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലാണ് നമ്മൾ സർജറി വേണ്ടി വരും. അത് വളരെ കുറവ് ആൾക്കാർക്കാണ്, ഒരു 10% വരുന്നതിൻ്റെ ഒരു 10% ആൾക്കാർക്കാണ് ഇതിന് ആക്ച്വലി സർജറി വേണ്ടതായിട്ടുള്ളൂ. ബാക്കിയുള്ളത് മരുന്ന് കൊണ്ടും മാറ്റാവുന്നതാണ്.